വിവിധ കാരണങ്ങളാൽ നിശ്ചിത സമയത്ത് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാതെ പോയ ഉദ്യോഗാർത്ഥികൾക്ക് സന്തോഷവാർത്ത. സീനിയോറിറ്റി നഷ്ടപ്പെടാതെ തന്നെ രജിസ്ട്രേഷൻ പുതുക്കാനുള്ള കാലാവധി സർക്കാർ നീട്ടി നൽകിയിട്ടുണ്ട്. വിശദമായി അറിയാം. വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഉപകാരപ്രദമാകാൻ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാത്തവർക്ക് സീനിയോറിറ്റി നഷ്ടപ്പെടാതെ തന്നെ ഇവ വീണ്ടും പുതുക്കാവുന്നതാണ്. ആർക്കൊക്കെയാണ് ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കുക? 1/1/1995 മുതൽ 31/12/2025 വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ആനുകൂല്യം ലഭിക്കും. ഉത്തരവ് പ്രകാരം 2026 ഏപ്രിൽ 30 വരെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിനായി സമയം അനുവദിച്ചിട്ടുണ്ട്. ഈ കാലയളവിനുള്ളിൽ രജിസ്ട്രേഷൻ പുതുക്കുന്നവർക്ക് യഥാർത്ഥ സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ എംപ്ലോയ്മെന്റ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം. നേരത്തെ 2024 ഡിസംബർ 31 വരെയായിരുന്നു ആനുകൂല്യം നൽകിയിരുന്നത്. എന്നാൽ നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലഭിച്ച അപേക്ഷകൾ പരിഗണിച്ചാണ് ഇപ്പോൾ 2025 ജനുവരി 31 വരെയുള്ളവർക്ക് വീണ്ടും പുതുക്കുന്നതിനുള്ള അവസരം നൽകിയത്.